പ്രിയമുള്ളവരെ, ഊരാൻ കുടുക്കിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഊരാൻ കുടുക്കിൻ്റെ പ്രശ്നപരിഹാരം ഇതാ. ഈ പേപ്പറിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് നിർത്തണമെന്നായിരുന്നല്ലോ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ പേപ്പറിനെ തിരിച്ചും മറിച്ചും ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ വീതിയിൽ തിരിച്ചും മറിച്ചും ഒരുപോലെ മടക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഈ ഗ്ലാസ്സിന് മുകളിൽ വയ്ക്കുക. വളരെ ഭാരം കൂടിയ വസ്തുക്കൾ അതിൻ്റെ മുകളിൽ യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പേപ്പറിന് ഈ ഭാരത്തെ താങ്ങാൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ മേൽക്കൂരകളൊക്കെ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും ഈ ആർച്ച് രൂപത്തിൽ ഡാമുകളും മറ്റും നിർമ്മിക്കുന്നതൊക്കെ എന്തിനാണെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്നത്തെ ഊരാൻ കുടുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു പേപ്പർ വള്ളം ഉണ്ടാക്കണം. പേപ്പർ വള്ളം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടോ? എങ്കിൽ ആദ്യം അത് കാണിച്ചു തരാം. ഇതിന് വേണ്ടത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു പേപ്പറാണ്. അതിനെ 2ആയി മടക്കാം. ഒന്നുകൂടി കുറുകെ മടക്കിക്കോളൂ. എന്നിട്ട് ആ ഭാഗം മാത്രം നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ മടക്കുള്ള ഭാഗത്ത് നിന്ന് നടുക്ക് നിന്ന് ഈ സെൻറ്റർ ലൈനിലേക്ക് മുകൾ ഭാഗം ഇതുപോലെ ചേർത്ത് മടക്കണം. അതുപോലെ ഇടത് ഭാഗവും മടക്കുന്നു. ഇവിടെ 2 ഫ്ലാപ്പുകളുള്ളതിൽ ഒന്നിനെ മുകളിലേക്കും അടുത്തതിനെ എതിർഭാഗത്തേക്കും തിരിച്ചു മടക്കണം. എന്നിട്ട് ഈ പോക്കറ്റ് ഇങ്ങനെ തുറന്ന്, ഇതിപ്പോൾ ത്രികോണാകൃതിയിലാണ്, ഇതിനെ ചതുരാകൃതിയിലേക്ക് തിരിച്ച് ഇടുക. അങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉയർന്നിരിക്കുമെങ്കിൽ ഇത് ഒന്നിനെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഇത് അടുത്തതിനെയും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് മടക്കുക. എന്നിട്ട് ഈ തുറന്നിരിക്കുന്ന ഈ ഭാഗം ഒരു ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുന്നു, രണ്ടാമത്തെ ഭാഗം എതിർഭാഗത്തേക്ക് മടക്കുന്നു. ഇപ്പോൾ വീണ്ടും ത്രികോണാകൃതിയായി. ഈ ത്രികോണ ആകൃതിയിൽ ഈ പോക്കറ്റ് വീണ്ടും തുറന്നു വീണ്ടും പഴയതുപോലെ സമചതുരമാക്കുക. വീണ്ടും പഴയതുപോലെ തന്നെ ഇത് ആവർത്തിക്കുന്നു. വീണ്ടും ഒന്നുകൂടി ഇത് തുറന്ന് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് ഈ ഭാഗം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കളിവെള്ളം റെഡിയായി. ഇനി ഒരു ടംബ്ലറിൽ കുറച്ച് ജലമെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തെ ഈ വെള്ളത്തിലേക്ക് ഇടാൻ കഴിയും. ഇതിപ്പോൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണല്ലോ. നമ്മുടെ പ്രശ്നം ഈ വള്ളത്തെ എന്തെങ്കിലും അതിനകത്ത് ഭാരങ്ങൾ കയറ്റി മുക്കുകയോ അല്ലെങ്കിൽ വള്ളത്തിനുള്ളിൽ വെള്ളം കയറുകയോ ചെയ്യാതെ തന്നെ ഈ വള്ളത്തെ ഈ ബൗളിൻ്റെ അടിത്തട്ടിൽ എത്തിക്കാൻ കഴിയുമോ എന്നാണ്. പ്രശ്നം എന്താണെന്ന് ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഒന്നുകൂടി പറയാം. ഈ വള്ളത്തെ എന്തെങ്കിലും മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് കുത്തുകയോ അതിനകത്ത് ഭാരം കയറ്റുകയോ ആ വള്ളത്തിനുള്ളിൽ വെള്ളം കയറ്റുകയോ ചെയ്യാതെ ഈ വള്ളത്തെ ഈ ബൗളിൻ്റെ അടിത്തട്ടിൽ എത്തിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ശ്രമിച്ചു നോക്കുമല്ലോ. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ കൂടി പറയാം. വായുവിന് ഇരിക്കാൻ ഇടം ആവശ്യമാണ്.
എല്ലാവരും ശ്രമിച്ചു നോക്കുമല്ലോ.